അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള ഇൻഡസ് വാലി പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീല് ഒരാൾ കമൻറ്റിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇത് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം ജെനുവിനായിട്ടുള്ള ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് ഉള്ളത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഒരു വർഷം മുന്നേറ്റിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കടായും അതിൻ്റെ കൂടെ ഒരു ഇട്ട് പിന്നെ ഈ ഒരു ഫ്രൈ പാൻ കേട്ടോ. ഇത് രണ്ട് പ്രൊഡക്റ്റും നല്ല കട്ടിയുള്ള 3 ലെയർ കട്ടിയിൽ വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിന് രണ്ടിനും പാടെ അന്ന് 3000-ൻ്റെ അടുത്തോ അങ്ങനെ കണ്ടാണ് കേട്ടോ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിലേറെയൊക്കെ കുറവാണ്. ഇതൊരു കോമ്പോസിറ്റ് ആയിട്ട് അങ്ങനെ വരുന്നതാണ്. അതിൻ്റെ വാലുമ്മേ ഇൻഡസ് വാലി എന്ന പേരൊക്കെ ഇരിക്കണം കേട്ടോ. അതിൻ്റെ പിടുത്തത്തുമ്പോൾ ചൂടൊന്നും ആവൂല. ഇത് സ്ഥിരമായിട്ട് വീഡിയോ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫ്രൈ പാനായിട്ട് യൂസ് ചെയ്യലുണ്ട്. അതിന് രണ്ടിനും പാടെ ഒരു ലിഡ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. രണ്ടിനും പാകമാണ്. ഞാൻ മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ് കേട്ടോ അത്. അങ്ങനെ രണ്ടാമത് നമുക്ക് കിട്ടിയിട്ടുണ്ടതിന് പ്രൊഡക്റ്റാണ് അയൺ കടായിസ് കേട്ടോ. അയണിൻ്റെ ഈ ഒരു ചട്ടി, ദോശത്തവ, അതേപോലെ തന്നെ ഫ്രൈ പാനും രണ്ടും പാടെ ഒരു കോംബോ സെറ്റ് ആയിട്ടേനി കേട്ടോ. ഈ ചട്ടി ഒറ്റക്കുള്ളത് അങ്ങനെ സെപ്പറേറ്റ് ഉള്ളത് അങ്ങനെയേനി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിലുള്ള ഫ്രൈ പാൻ ഞാൻ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഓൾറെഡി 2 ഫ്രൈ പാൻ ഉണ്ടായപ്പോൾ ഞാൻ അതിലൊന്നും ഉമ്മാക്ക് കൊടുത്തു. പിന്നെ ദോശത്തവ അപ്പോൾ ഒറ്റയായി. അയണിൻ്റെ കടായി വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. അത് ഭയങ്കര എന്താണ് കൊണ്ടടക്കാൻ കുറച്ച് ഗതികേട്. കാരണം നമ്മൾ തോത്തി തുടച്ചൊക്കെ കൊണ്ടിറക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിന്. ഈ അയൺ കടായിസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഡസ് വാലിൻ്റെ അയൺ കടായിസ് ഒക്കെ ഓൾറെഡി പ്രീ സീസൺഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് പിന്നെ അത് സീസണിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഒരു സീസണിങ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് തരിക. നമുക്ക് ജസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ കഴുകി എടുത്ത് വെക്കുമ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണം വെച്ചിട്ട് തുടച്ചെടുത്ത് വെച്ചാലും മതി. പിന്നെ അല്ലാതെ നമ്മൾ വെള്ളത്തോടക്കിന് വെക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ തുരുമ്പിടിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കുറച്ച് കാലത്തിന് കേട്ടോ. ഇപ്പം എൻ്റെ അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ വെള്ളത്തോടക്കിന് വെച്ചാലും അങ്ങനെ തുരുമ്പൊന്നും പിടിക്കലില്ല. വെള്ളം ഉണങ്ങിപ്പോകാനുള്ള ഒന്ന് രീതിയിലൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കൗത്തി വെച്ചാൽ എങ്ങനെയാണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കലാണ്. ഞാനിപ്പോൾ തുറക്കാനും നിൽക്കലില്ല. പിന്നെ അയണിൻ്റെതായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഫുഡ് ഒരു 2 മണിക്കൂറിനുള്ളിൽ മാറ്റണം. അല്ലെങ്കിൽ അയണിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചാടിയതാണ് കേട്ടോ അത്. പക്ഷെ ഒന്നും പറ്റിയില്ല. ടൈലിനൊക്കെ ഞാൻ വിഞ്ഞു നോക്കുന്നുണ്ട്. പൊട്ടിയോ നോക്കിയതാണ് കേട്ടോ. അമ്മാതിരി കനാണ് ഇതിനൊക്കെ. പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് ഇപ്പം ഇങ്ങനെ എനിക്ക് അതിനായിട്ട് അങ്ങോട്ട് ശീലമായി കേട്ടോ. ഇതും നല്ല അത്യാവശ്യം കനക്ക് വരുന്നതാണ്. ഇതിൻ്റെ കൂടെയുള്ള ഫ്രൈ പാനിൻ്റെ ഞാനിത് അവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ വാങ്ങിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് കുറച്ച് വില കൂടുതലേക്കാരം കേട്ടോ. കോംബോ സെറ്റായിട്ട് വാങ്ങുമ്പോൾ ഇപ്പം ഇതും ഫ്രൈ പാനും പാടെ കോംബോ സെറ്റായിട്ട് 1700 എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ വില കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ദോശത്തവയും അതേപോലെ ഫ്രൈ പാനൊക്കെ ഒറ്റക്ക് വാങ്ങുമ്പോൾ 1000-ൻ്റെ മുകളിൽ വില വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്ത് കുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഈ അയണിൻ്റെ പാത്രങ്ങൾ എന്തായാലും നല്ലതീകാരം. അയണിൻ്റെ ആ ഒരു ചീനച്ചട്ടി വാങ്ങിയാൽ നമുക്ക് ഉപ്പേരി കറികൾ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇതാ ഈ ചീനച്ചട്ടിയിൽ നടക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ഉഷാറാണ്. വെറുതെ നമ്മൾ മങ്കുടുക്കൊക്കെ ഒന്ന് കഴുകുമ്പോൾ ഒന്ന് തേച്ചരച്ച് ഒന്ന് കഴുകിയാൽ ആൾ സെറ്റാണ് കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ കലം പോലെ ഒട്ട് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒരു കുക്കറാണ്. ഇതൊരു 2 ലിറ്ററിൻ്റെ കുഞ്ഞു കുക്കറാണ്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ആ ഒരു പച്ച കളറിലുള്ള വിസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു സംതൃപ്തിയാണ് തോന്നൽ. ഇതൊരു കുഞ്ഞു കുക്കറാണ്. ഒരു 2 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇത് സംഗതി ഉയരം കുറവും കുറച്ചൊരു വട്ടത്തിലും വ്യാസത്തിലും ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതും നല്ല 3 ലെയർ കട്ടിയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അലുമിനിയം ഒന്നുമല്ല. ചില കുക്കറുണ്ട് പുറം കാണുമ്പോൾ അലുമിനിയം കാരണം പുറം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ അലുമിനിയം കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ അത് ജസ്റ്റ് പുള്ളിക്കുത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്.
കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ ഇതുവരെ ഉപയോഗിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചെന്ന പാത്രം ഒരു വർഷത്തിലേറെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, വാങ്ങുമ്പോൾ കുറച്ച് വില ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാലം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 3 ലെയർ കോട്ടിംഗ് ഒക്കെ വരുന്നതാണ് കേട്ടോ. നിങ്ങൾ അടുപ്പത്ത് അധികം യൂസ് ചെയ്യണോലാണെങ്കിൽ അയൺ കടായികൾ വാങ്ങിച്ചോളി. അല്ലെങ്കിൽ ഗ്യാസുമ്മ കുക്ക് ചെയ്യണോലാണെങ്കിൽ ഇതേപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും പറ്റും. പിന്നെ അടുത്തത് വരുന്നത് ഇങ്ങനത്തെ ഒരു തടുക്ക പാനാണ് കേട്ടോ. ഈ തടുക്ക പാന് 3 ലെയർ കോട്ടിംഗ് ഒന്നും വരുന്നില്ല, സാധാ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ. പക്ഷെ അതിന് ഒരു 200 സംതിങ് 300 രൂപയിൽ താഴെ വില ഉള്ളൂ. അപ്പൊ പിന്നെ ആ ഒരു 300 രൂപയിൽ താഴെ ഒരു ട്രൈപ്ലൈ തടുക്ക പാനൊന്നും ആക്കാനത് പറ്റൂലല്ലോ. പക്ഷെ കുഴപ്പമുണ്ടോ ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിടാനായിട്ട് ചൂടാക്കുന്നതിന് പകരം ഈ ഒരു കുഞ്ഞു ചട്ടി അടുപ്പത്ത് വെക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു. ഇത് ഈ പറയുന്ന അത്ര സമയം കൊണ്ട് ശടപട ശടപട നമ്മളെ വഴികൾ തീരും. കാരണം അത്ര പെട്ടെന്ന് ചൂടാകും. നമ്മളൊന്ന് ഗ്യാസ് മുതൽ വെച്ചെടുക്കുമ്പോൾ തന്നെ ചൂടാകും. അപ്പം തന്നെ വെണ്ണ ഒഴിക്കുക. അങ്ങനെ ഇനിയിപ്പോൾ അഥവാ നമുക്ക് പെട്ടെന്ന് ചൂട് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് ഹാൻഡിലിന് പൊരുത്തണ്ടായതുകൊണ്ട് നമുക്ക് കുറിച്ച് ഹാൻഡിൽ ചെയ്യാനും സുഖമാണ്. പിന്നെ ഇപ്പോ ഇൻഡസ് വാലി ചെറുതായിട്ടൊരു മാറ്റം വരുത്തിക്കണത് എന്താ വെച്ചാല്, മറ്റേ ഇൻഡസ് വാലിന്റെ ഒക്കെ എല്ലാ പാത്രങ്ങളും കനേനി ട്ടോ. പക്ഷെ ഇപ്പൊ ഓല് ഇങ്ങനെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിക്കണ എന്താ വെച്ചാല്, ബോട്ടം മാത്രം നല്ല 3 ലെയർ തിക്നെസ് വന്നിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാല്, നമുക്ക് കയ്യിൽ പിടിക്കാൻ ഭയങ്കര സുഖമാണ്. മറ്റേ ഭയങ്കര കനയിക്കാറല്ലോ, ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്തുവെക്കുമ്പോൾ അത് അതിലേറെ കനയിക്കാറ്. അപ്പൊ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ പക്ഷെ ഇപ്പൊ വരുന്നത് അടിയിൽ മാത്രം കട്ടിയിൽ വരുന്നത്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ സ്റ്റീലായിട്ട് അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ പിടുത്തൊക്കെ കുറച്ച് ഗ്രീൻ കളർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ളൊരു ഗ്രീൻ കളർ അല്ലെങ്കിലും ഒരു അടിപൊളി കളറാണല്ലോ. ആ ഒരു കളർ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യും, അമ്മാതിരിയാണ്. അടിയിൽ പിന്നെ 3 ലെയർ കോട്ടിങ് വരുന്നത് കൊണ്ട് അടിക്ക് പിടിക്കണ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അടിയിലാണല്ലോ ആദ്യം പിടിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ 3 ലെയർ കോട്ടിങ് വരുന്നതുകൊണ്ട് അടിയിൽ പിടിക്കണ പേടി പേടിക്കും വേണ്ട. പക്ഷെ എന്നാലും ഫുള്ളായിട്ട് 3 ലെയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒറ്റ കൈ കൊണ്ടൊക്കെ പിടിച്ച് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള പാത്രമാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറേ പാത്രങ്ങൾ അങ്ങനെ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇൻഡസ് വാലി കൊണ്ടുവന്നിക്കണം. അപ്പോൾ അതാ ഇത്രയുമാണ് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ ഉപയോഗിച്ചതിലൊക്കെ എനിക്ക് ഏറ്റവും നല്ല ഉഷാറാണ് തോന്നി. പിന്നെ എല്ലാവരും വില ഉണ്ടെന്ന് പറയലുണ്ട്. വില ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇൻഡസ് വാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇൻഡസ് വാലിൻ്റെ 3 ലെയർ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഇൻഡസ് വാലിൻ്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും നമ്മുടെ കൂപ്പൺ കോഡായ ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ടാഗ് ചെയ്ത അതേപോലെ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങണിലേറെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് വില ആദായം കിട്ടുക ഇൻഡസ് വാലിൻ്റെ തന്നെ സൈറ്റിൽ കയറിയിട്ട് വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ. സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കണേ. പിന്നെ കാണിച്ചു തരാനുള്ളത് ഇതും ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പക്ഷേ ഇൻഡസ് വാലിൻ്റെ അല്ല കേട്ടോ. ഇതെനിക്ക് നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ, അമേരിക്കയിൽ ഉള്ള ഒരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, ആള് എനിക്ക് ആമസോണിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് ചെറിയൊരു കുഞ്ഞു സോസ് പാനാണ്. ഇത് നമുക്ക് പാല് അതേപോലെ തന്നെ ചായ ഉണ്ടാക്കാനും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറ്റും. എഗ്ഗ് ബോയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലെ അടിപൊളി ഒരു പാത്രമാണ് കേട്ടോ. അടിയിൽ ഇതേപോലെ തന്നെ നല്ല തിക്നെസ്സിൽ കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കളറിൽ ഇത് വന്നതുകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാനും ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ആ എസ്തെറ്റിക് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ലിഡാണ് കേട്ടോ. ഗ്ലാസ് ലിഡ് അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമസോണിൽ നിന്നാണ് ആൾ എനിക്കത് ഓർഡർ ചെയ്ത് എനിക്ക് അങ്ങനെ എൻ്റെ അഡ്രസ്സിൽ അങ്ങനെ അയച്ചാൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ അടുത്തുള്ള 3 ലെയർ കോട്ടിങ്ങുള്ള പാത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ആ പാത്രങ്ങൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയതാണ്. ഇനി ഒരു 2 ട്രൈപ്ലൈ പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ഒന്ന് ഇതാണ്, ഇതൊരു ബിരിയാണി പോട്ടാണ്. അത്യാവശ്യം ഒരു ഇപ്പം ഞങ്ങളെ ഫാമിലിക്ക് ഒരു 2 നേരത്തെ ബിരിയാണിയൊക്കെ ഇതിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇപ്പോൾ റൈസ് മാത്രം വെക്കുകയാണെങ്കിൽ ഒരു കിലോൻ്റെ അടുത്ത് നമുക്ക് നെയ്ച്ചോറോ ആ ഒരു രീതിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾക്ക് 2 നേരത്തിലുള്ള ബിരിയാണിയൊക്കെ ഞാൻ ഇതിൽ സെറ്റാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നല്ല കനമുള്ള പാത്രമാണ്. ആദ്യമൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കത് ശീലമായി കേട്ടോ. ഇതും 3 ലെയർ കോട്ടിംഗ് ഒക്കെ വരുന്ന നല്ല അടിപൊളി പാത്രമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിങ് അങ്ങനെയുള്ളതാകുമ്പോൾ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഇതിനും ഇതേപോലെ നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡ് വരലുണ്ട്. ഇങ്ങനത്തെ ഒരു 3 ലിഡ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകലുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ദമ്മിടാനൊക്കെ ഉഷാറാണ്. ആവിയൊന്നും പോവാതെ ഇങ്ങനെ ദമ്മായിട്ട് കടന്നോളൂ കേട്ടോ. നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഞാൻ അധികം ഇത് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനാണ് ഞാൻ യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇത് അഗാരോൻ്റെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ടാഗ് ചെയ്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ. ഇതിൻ്റെ സൈറ്റ് ലിങ്ക് ഒന്നുമില്ല, ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് അങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പാത്രം അഗാരോൻ്റെയിൽ കാണിക്കാമല്ലോ കേട്ടോ. പിന്നെ രണ്ടാമത് ഒരു ഫ്രൈ പാനാണ്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ 2.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഫ്രൈ പാനാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ ഫാമിലിക്കൊക്കെ മീൻ പൊരിക്കാനും ഒക്കെ ഉഷാറാണ്. ഒരു 10-25 മീനൊക്കെ ഒറ്റയടിക്ക് നമുക്കിതിൽ തള്ളി മറിച്ചാണെന്ന് വിചാരിച്ചു. ഒരു സുമാറൊരു 10-15 അടുത്ത് മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊരു മത്തി അങ്ങനത്തെ പോലത്തെ മീനാണെങ്കിൽ കേട്ടോ. ആ ഒരു രീതിയിലൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ച് തിക്നെസ് ഉണ്ടായതുകൊണ്ട് കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതും നല്ല 3 ലെയർ കോട്ടിംഗ് ആണ് വരുന്നത്. ഇത് 2 പിടുത്തം കൊടുത്തിക്കണ്. ഒരു പിടുത്തത്തുമ്പോൾ പിടിച്ചിട്ടൊന്നും നമുക്ക് ഇതിൽ എന്തെങ്കിലും കറികളൊക്കെ വെച്ചിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതുപോലെ കണ്ടറിഞ്ഞിട്ട് 2 സൈഡിലും ഹാൻഡിൽ കൊടുത്തിക്കണ്. ഈ ഹാൻഡിൽ പെട്ടെന്ന് ചൂടാവുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് അതിമ്മ പിടിച്ചിട്ട് എടുക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ട് പറ്റും ചെയ്യും. ഈ 2 ഹാൻഡിൽ ഇങ്ങനെ കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലിഡ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിഡ് മാറലുണ്ട് എന്നുള്ളത്. കാരണം ഒരുവിധം ഈ 3 പാത്രങ്ങളെ ലിഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യലില്ല. കാരണം ഫ്രൈ പാന് നമുക്ക് മീൻ പൊരിക്കാനൊന്നും ഈ ഒരു ചട്ടി എപ്പോഴും ആവശ്യമില്ലല്ലോ. പക്ഷെ ഉപയോഗിക്കലുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ. മറ്റേ ചെറിയ ചട്ടി ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, ആ ചട്ടിയാണ് അധികം മീൻ പൊരിക്കാനൊക്കെ ഉപയോഗിക്കല് കേട്ടോ. ഇതിൽ ഞാൻ കറികൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തില്ലേ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലും അയൺ കടായിയും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രൊമോഷനായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തതല്ല ഞാൻ. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞതാണ് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുഷിറ 12 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഫ്ലിപ്പിൽ കുറച്ചുകൂടി ഒന്ന് വില കുറവായതായിരുന്നു. സൈറ്റിലാണ് വില കുറവെന്ന് തോന്നുന്നുണ്ട്. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.